ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിയെ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ കൈവിട്ട LDF ആലത്തൂരിൽ മാത്രമാണ് ആശ്വാസജയം കണ്ടെത്തിയത്. കേരളത്തിലെ തോൽവിയെക്കുറിച്ചോ ദേശീയ തലത്തിലെ ഇന്ത്യ സഖ്യത്തിലെ മുന്നേറ്റത്തെക്കുറിച്ചോ ഇന്ത്യയുടെ BJP ജയത്തെക്കുറിച്ചോ മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ സന്ദേശങ്ങൾ ഒന്നും തന്നെയില്ല. അതേസമയം സംസ്ഥാനത്തെ തോൽവി സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശരിയായ പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ നടത്തി മുന്നോട്ടു പോകുമെന്നും ജനവിധിയെ അംഗീകരിക്കുന്നു എന്നുമായിരുന്നു CPM സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം. അതേസമയം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെയൊരു തോൽവി സംഭവിച്ചു എന്നതിന്റെ ചർച്ച CPIM നടത്തും. ഈ തോൽവി വളരെ ഗൗരവമായാണ് കാണുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നാളെ CPIM യോഗം ചേരുന്നുണ്ട്. ഈ തോൽവി വളരെ ഗൗരവമായാണ് കാണുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ മാസം 16-നും 17-നും സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാകും യോഗം ചേരുക. ജില്ലയിൽ നിന്നുള്ള വോട്ട് കണക്കുകളും റിപ്പോർട്ടുകളും വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിസൾട്ട് തയ്യാറാക്കും. എന്തുകൊണ്ട് ഇങ്ങനൊരു തോൽവി സംഭവിച്ചു എന്നും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഈ ചർച്ചയിൽ പരിശോധിക്കും. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റുകൾ നേടിയായിരുന്നു UDFന്റെ വിജയം. 10 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലധികം വോട്ടർമാരുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മലപ്പുറം, വയനാട് എന്നീ മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിലധികവും എറണാകുളം, പൊന്നാനി മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലധികവുമാണ് UDFന്റെ ഭൂരിപക്ഷ വിജയം. LDFന്റെ കോട്ടയിൽ പോലും ചുവപ്പ് പടർത്താൻ LDFന് ഇക്കുറി കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാര്യകാരണങ്ങൾ ഈ 5 ദിവസത്തിനുള്ളിൽ സെക്രട്ടേറിയറ്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ തോൽവിയെക്കുറിച്ചും ഒന്നും മിണ്ടാതെ മുഖ്യമന്ത്രി ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പല നേതാക്കളും പരിഹസിച്ചു. ഭരണവിരുദ്ധ വികാരമാണ് ഈ തവണ വോട്ട് കുറയാൻ കാരണമായതെന്ന് വിമർശനമുയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തിരുത്തലുകൾ തിരുത്തി മുന്നോട്ടു പോകുന്നതിനെ കുറിച്ചാകും CPIM യോഗത്തിൽ ചർച്ച ചെയ്യുക. ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇത്തവണ പാർട്ടിയിൽ നിന്നും അകന്നതായി വിലയിരുത്തലുണ്ട്. തെറ്റുതിരുത്തി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. K രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിച്ച പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും. MP ആയ ശേഷം 14 ദിവസത്തിനുള്ളിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. രാധാകൃഷ്ണന് പകരം മന്ത്രിസഭയിലേക്ക് പുതിയൊരു അംഗത്തെ ഉൾപ്പെടുത്തണോ, ആർക്കെങ്കിലും വകുപ്പിന്റെ അധിക ചുമതല നൽകണോ എന്ന കാര്യത്തിലും തീരുമാനം സ്വീകരിക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലും പ്രചരണത്തിലും പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുപറ്റി എന്ന് CPIM സമ്മേളനത്തിൽ ചർച്ച നടത്തും. സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറാകും. എന്നിരുന്നാലും ഇലക്ഷൻ ഫലം വന്ന് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്.